പ്രൈസല്ലോ, ഹല്ലേലൂയ. അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ സഭയിലെ 1-ാം ലേഖനം എഴുതിയതുപോലെയല്ല, 2-ാം ലേഖനത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ 11-ാം അധ്യായത്തിൽ 2 മുതലുള്ള വചനഭാഗത്ത് പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ തീഷ്ണതയോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയാനുള്ള കാര്യം, പൗലോസ് കൊരിന്ത്യർ സഭയോട് പറയുന്നത് പോലെ ഇന്ന് നമ്മോട് പറയുകയാണ്. ദൈവം ഏദൻ തോട്ടം ഒരുക്കിയിട്ട് ആദത്തെയും ഹവ്വായെയും അതിൻ്റെ അകത്ത് തോട്ടം കാക്കുവാൻ വേണ്ടി അവരെ ആക്കിയെങ്കിൽ ആ സൂക്ഷിപ്പുകാരായ ആദത്തെയും ഹവ്വായെയും വഞ്ചിക്കാൻ തക്കവണ്ണം ദൈവം അരുതെന്ന് പറഞ്ഞ ഫലം ഭക്ഷിക്കുവാൻ, ഇത് ഉപായത്താൽ ചതിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് തിരുവെഴുത്ത് നമ്മോട് പറയാൻ ഇടവന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏകാഗ്രത. നമ്മുടെ മനസ്സിൽ എന്താണോ ഇരിക്കുന്നത് അതിലേക്കായിരിക്കും നമ്മുടെ ചിന്ത മുഴുവൻ ഉള്ളത്. ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചായിരിക്കും നിങ്ങളുടെ ഏകാഗ്രത, നിങ്ങളുടെ പ്രവർത്തനമെല്ലാം കടന്നു പോകുന്നത്. സമ്പത്തിനെ കുറിച്ചാണെങ്കിൽ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും നിങ്ങൾക്കുള്ളത്. ഈ ലോകത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണെങ്കിൽ അങ്ങനെയായിരിക്കും. ഇവിടെ കർത്താവ് പറയുകയാണ്, ഏകാഗ്രത കർത്താവുമായിട്ട് ഏക ദൈവത്തിന്റെ സന്നിധിയിൽ മറ്റൊന്നിനെയും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാതെ ദൈവമായി കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും, കണ്ടോ, അതിൻ്റെ അകത്തെല്ലാം ഒരു പൂർണ്ണതയുണ്ട്, ഒരു ഏകാഗ്രതയുണ്ട്, ഒരു ഐക്യതയുണ്ട്. ശിഷ്യന്മാരുടെ ആദ്യകാല കൂട്ടായ്മ, പെന്തക്കുസ്ത അനുഭവത്തിലുള്ള അവരുടെ കൂട്ടായ്മയിൽ അവിടെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവർ ഏകാഗ്രതയോടുകൂടെ ഏക മനസ്സോടുകൂടെ പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. അന്നേരം അവർക്ക് ഏകാഗ്രതയുണ്ട്, ഏക മനസ്സുണ്ടായിരുന്നു. ഏകാഗ്രത വിട്ടുപോകാൻ സാധ്യതയുണ്ട്. എങ്ങനെയാ വിട്ടുപോകുന്നത്? പിശാച് തന്ത്രശാലിയാണ്. നമ്മുടെ മനസ്സിനെ അവൻ പിടിച്ചു കുലുക്കുന്ന വിധത്തിലേക്ക് കണ്ണിന് ഇമ്പമുള്ളതും കാതിനിമ്പമുള്ളതും നമുക്ക് ലോകത്തോടുള്ള ബന്ധത്തിലുള്ള വാക്കുകളൊക്കെയായി നമ്മളെ ദൈവസ്നേഹ കൃപയിൽ നിന്നെല്ലാം അകറ്റിക്കളയുന്ന ഒരു തന്ത്രം കൊണ്ടുവരാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഏകാഗ്രത നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. പൗലോസ് പറയാണ്, കൊരിന്ത്യർ സഭയെ നോക്കി പറയാ, നിങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട്. ഹവ്വായെ ഉപായത്തിൽ ചതിച്ച അതേ പിശാച് ഇന്ന് ഭൂമിയിൽ കടന്നു വന്നിട്ടുണ്ട്. അവന്റെ തലയ്ക്ക് ക്ഷതമേറ്റു. സുബോധമില്ലാത്തവനെ പോലെ നമ്മളെയും കർത്താവിൽ നിന്ന് അകറ്റാൻ വേണ്ടി ആഗ്രഹിക്കും. നമ്മുടെ ലക്ഷ്യം ഉന്നതത്തിലുള്ള കർത്താവിനെയാണ്. നിങ്ങൾ ഈ ഭൂമിയിലുള്ളത് ചിന്തിക്കരുത്,
ഈ ഭൂമിയിലുള്ളതിനെ അന്വേഷിക്കരുത്, സ്വർഗത്തിലുള്ളതിനെ മാത്രം എന്ന് പറയുമ്പോൾ നിർമ്മല ഹൃദയം വേണം, ഏകാഗ്രതയോടുള്ള ഒരു ദൈവ കൂട്ടായ്മ നമ്മുടെ അകത്തു വേണം. അത് വിട്ടുപോകരുത്. ഇന്ന് നമ്മുടെ മനസ്സിനെ ഒരുക്കാം. ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം ഏകാഗ്രതയോടെയാണോ? എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ തളർന്ന അല്ലെങ്കിൽ തകർന്ന ഹൃദയമാണോ? കലങ്ങിയ മനസ്സാണോ? എൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതയും ഭാരവും കടന്നു വന്നാണോ ഞാൻ കർത്താവിൻ്റെ കൂടെയുള്ളത്? അതിപ്പോൾ നമുക്കൊന്ന് വിട്ടുകളയാം. എന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കാം. ഇത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ ഇടവന്നത് ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുകളഞ്ഞതുകൊണ്ടാണ്. നമ്മളും കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോകാതിരിക്കണമെങ്കിൽ ഏകാഗ്രതയും നിർമ്മലതയും നമുക്ക് വേണം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ അകത്ത് കർത്താവിനെ അനുഭവിക്കുവാൻ, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വരുവാൻ, കർത്താവിന്റെ കൃപ അനുഭവിക്കാൻ ശക്തിക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ബലപ്പെടുത്തുന്ന കരം അങ്ങ് എൻ്റെ മേൽ വെച്ച് എന്നെ ബലപ്പെടുത്തണം. ഈ വചനം കേൾക്കുന്ന എല്ലാവരിലേക്ക് ഈ അഭിഷേകം അങ്ങ് പകരണം. ഈ വചനത്തിന്റെ ദൂത് എല്ലാവരുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.